പഴമൊഴി പിന്നെയും വന്നു. കേക്ക് അഖില കേരള ചക്രവർത്തി പിണറായി വിജയൻ മഹാരാജാവ്. നീ എങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. നമ്മുടെ പണ്ട് തിരുവിതാംകൂർ മഹാരാജാവിനുണ്ടായിരുന്ന ചില ടൈറ്റിലുകളുണ്ട്. വഞ്ചിട്ടോടി കിരീടപതി, കുലശേഖര കിരീടപതി, മന്നേ സുൽത്താൻ, ഷംഷർ ജംഗ് എന്നൊക്കെയാണ്. അതുപോലെ ഇദ്ദേഹത്തെ നമ്മൾ ആ രീതിയിൽ അഭിസംബോധന ചെയ്യണം. ചക്രവർത്തി തിരുമനസ് എന്ന് വേണം പുള്ളിയെ അഭിസംബോധന ചെയ്യാനായിട്ട്. അതുകൊണ്ട് അത് കുലശേഖരപതി, കിരീടപതി, വഞ്ചിട്ടോടിപതി, പിണറായി മഹേശൻ, മഹാത്മാവ്, ചക്രവർത്തി തിരുമനസ് എന്നൊക്കെ വേണം അദ്ദേഹത്തെ അഭിസംബോധന. അല്ലാണ്ട് ഈ ചെന്നിത്തല ചെയ്തുകൊണ്ട് മിസ്റ്റർ കരുണാകരൻ എന്നൊക്കെ, മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നൊക്കെ വിളിക്കുന്നത് തികച്ചും എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഈ പിണറായി വിജയന് പണ്ടൊരു നേതാവുണ്ടായിരുന്നു, അദ്ദേഹത്തിന് എം വി രാഘവൻ എന്ന്. ഈ രാഘവൻ്റെ കളരിയിൽ പഠിച്ച് പാസ്സായ ആളാണ് ശ്രീമാൻ പിണറായി വിജയൻ. എന്തിന്റെ സുഖേടാ? ബാലരാമവർമ്മ മഹാരാജാവ് സ്ഥാനമൊഴിഞ്ഞു പിന്നീട് തീപ്പെടുകയൊക്കെ ചെയ്തപ്പോഴും തിരുവിതാംകൂറിൽ അല്ലെങ്കിൽ കേരളത്തിൽ രാജഭരണം അവസാനിച്ചിട്ടില്ല. പിണറായി വിജയനാണ് യഥാർത്ഥ മഹാരാജാവ് അല്ലെങ്കിൽ കേരള ചക്രവർത്തി. സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ, എനിക്ക് സഹിക്കാൻ പറ്റില്ല. അർഹിക്കുന്ന ബഹുമാനത്തോടി തന്നെ അദ്ദേഹത്തെ, അർഹിക്കുന്ന ആദരവോടി തന്നെ അദ്ദേഹത്തെ നമ്മൾ അഭിസംബോധന ചെയ്യാൻ പഠിക്കണം. അതുകൊണ്ട് പിണറായി ചക്രവർത്തി മുത്തേ, പിണറായി ഇദ്ദേഹം അർഹിക്കുന്ന ഒരു റെസ്പെക്ട് കിട്ടിയതായിട്ട് പുള്ളിക്ക് തോന്നി. അപ്പൊ ഇങ്ങനെയാണ് ഈ നാട്ടിൽ സോഷ്യലിസം വരുന്നത്. ഇപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ? പുള്ളിയെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിക്കാൻ പാടില്ല, ചക്രവർത്തി തിരുമനസ് എന്ന് വിളിച്ചാൽ മാത്രമേ ഇവിടെ സോഷ്യലിസം അല്ലെങ്കിൽ നവോത്ഥാനം പൂർണ്ണമായുള്ളൂ. പണിയെടുക്കാതെ ജീവിക്കുന്ന ഒരു ഒറ്റയാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടുള്ളൂ. എടാ, ഇങ്ങനെ തിന്നു തൂറി നേരം കളയാതെ പറമ്പിലോട്ട് പോയി 4 തെങ്ങിന് തറയെടുത്തുകൂടെ? പറഞ്ഞു വന്ന പാപത്തിന്റെ ഫ്ലോ അങ്ങോട്ട് പോയി. കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം വരുമ്പോ പെൻ ഡ്രൈവ് ആയി കൊടുക്കാല്ലേ. ഇത് തീർന്നില്ലേ? നിർത്തി